നാം നിത്യേന വസ്ത്രം ധരിക്കുകയും മാറുകയും ചെയ്യുന്നവരാണല്ലോ. വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എൻ്റെ ശക്തിയോ കഴിവോ കൂടാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത നാഥ, നിനക്കാണ് സർവസ്തുതിയും. ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ വസ്ത്രത്തെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട്: യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ. ഏ മനുഷ്യരെ, നിങ്ങളുടെ നഗ്നത മറക്കുന്ന, നിങ്ങളെ അലങ്കരിക്കുന്ന വസ്ത്രം നാം ഇറക്കി തന്നിരിക്കുന്നു. അഥവാ നഗ്നത വെളിപ്പെടുത്താത്ത വസ്ത്രം ഉപയോഗിച്ച് മറക്കണം എന്നാണ് അള്ളാഹു മനുഷ്യവർഗത്തോട് ഉപദേശിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു വസ്ത്രധാരണ രീതിയൊന്നും ഇസ്ലാം നിഷ്കർഷിച്ചിട്ടില്ല. മുട്ടുപൊക്കിൾക്കിടയിലുള്ള ഭാഗം നിർബന്ധമായും മറച്ചിരിക്കണം. തുട പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ഔറത്താണ്. ഇപ്പോൾ മുണ്ട് മടക്കി കുത്തി നടക്കുമ്പോൾ തുട പുറത്ത് കാണും സ്വാഭാവികമായിട്ടും. അതിനാൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇന്ന് തലയിൽ തൊപ്പിയിടൽ ഒരു മുസ്ലിമിൻ്റെ വസ്ത്രധാരണ രീതിയിൽ പെടുന്നതായിട്ട് ചിലരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ ധാരണ തെറ്റാണ്. അങ്ങനെ ഒരു നബിചര്യ ഉള്ളതായിട്ട് കാണുക സാധ്യമല്ല. പിന്നെ തണുപ്പോ ചൂടോ തടുക്കുവാൻ വേണ്ടി ശിരോവസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരത്തിൽ തലമറക്കുന്നത് സുന്നത്താണെന്ന് ഷാഫി പണ്ഡിതനായ ഇബ്ൻ ഹജർ അൽ ഹൈസമി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി തലമറച്ചിരുന്നു എന്നതാണ് അതിന് പറയുന്ന ന്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലല്ലാത്തപ്പോഴും തലമറച്ചിരുന്നു. കാരണം അത് അറബികളുടെ പൊതുവെയുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് തലമറക്കുക എന്നുള്ളത്. കാരണം അവിടെ മിക്കവാറും തണുപ്പും ചൂടും കാലാവസ്ഥകളാണല്ലോ. ഇത് രണ്ടും തലയിലടിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. ഇപ്പം ഹനഫി മദ്ഹബിൽ നിസ്കാരത്തിൽ തലമറക്കാതിരിക്കുന്നത് കറാഹത്താണ്, അതായത് വെറുക്കപ്പെട്ടതാണ്, തലമറക്കുന്നതാണ് ഉത്തമം എന്ന് അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നമസ്കാരത്തിൽ ആണെങ്കിൽ തലമറച്ചിരുന്നില്ല. അപ്പം നബി തലമറച്ചതായിട്ട് വിവരിക്കുന്ന ചില ഹദീസുകളുണ്ട്. അവയൊക്കെയും ലഈഫാണ്, ദുർബലമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിധി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ബുഖാരിയിൽ അങ്ങനത്തുള്ള ഒരു ഹദീസ് ക്രോഡീകരിച്ചിട്ടില്ല. മക്ക വിജയനാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത തലപ്പാവ് ധരിച്ചതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തുമ്പോഴും കറുത്ത തലപ്പാവ് ധരിച്ചിരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തലപ്പാവ് ധരിക്കാൻ വേണ്ടി നബി അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. അത് ധരിക്കൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. വസ്ത്രധാരണ രീതിയിൽ പ്രാദേശികവും അതേപോലെ കാലാവസ്ഥക്കനുസൃതവുമായ രീതിയിലുള്ള പല വ്യത്യാസങ്ങളും കാണാൻ കഴിയും. ഇപ്പോൾ യൂറോപ്പിൽ അവിടെ പുരുഷന്മാർ പാൻറ്, ഷർട്ട്, ടീഷർട്ട്, കോട്ട്, ടൈ തുടങ്ങിയവയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും പൊതു വസ്ത്രധാരണ രീതി അങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അറബികളാണെങ്കിൽ അയഞ്ഞ ഒറ്റ വസ്ത്രമാണ് ധരിക്കൽ. സൗബ്, കന്തൂറ, കമ്മീസ് എന്നീ പേരുകളിലൊക്കെയാണത് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യക്കാരാണെങ്കിൽ ജുബ്ബയും പൈജാമയും തൊപ്പിയും ധരിക്കുന്നു. അതേപോലെ മലേഷ്യയിലും അതേപോലെ ദക്ഷിണേഷ്യയിലൊക്കെ വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയാണുള്ളത്. യമൻ, ഒമാൻ, സൗദി തുടങ്ങിയ നാടുകളിലെ പുരുഷന്മാരുടെ തലപ്പാവുകൾക്ക് വ്യത്യാസമുണ്ട്. രാജസ്ഥാനിലും പ്രത്യേക രീതിയിൽ അവിടുത്തെ ജനങ്ങൾ തലപ്പാവ് ധരിക്കുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ ഔറത്ത്, നഗ്നത മറക്കണം എന്നതല്ലാതെ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഇപ്പം നബിയും സഹാബികളും മാത്രമല്ല, അക്കാലത്ത് അവിശ്വാസികളും ധരിച്ചിരുന്ന വസ്ത്രധാരണ രീതിയൊക്കെ ഒന്നായിരുന്നു.
നാട്ടാചാരങ്ങളുണ്ട്, ഉറുഫ് എന്ന് പറയുക, അല്ലെങ്കിൽ ആദത്ത് എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, ഇന്ന ധരിക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ പട്ടുവസ്ത്രം ധരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ്. തലയിൽ തൊപ്പിയോ തട്ടമോ തലപ്പാവോ ധരിക്കുന്നത് അറേബ്യൻ രീതിയായിരുന്നു, അതിൻ്റെ ഒരു ആദത്തിൻ്റെ ഭാഗമാണത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധരിച്ചിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലി ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുള്ള ജദ്ആൻ, സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവരൊക്കെ പ്രസ്താവിച്ചത് തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അത് ഒരു ആദത്ത് മാത്രമാണ്, അതായത് നാട്ടാചാരം മാത്രമാണ്. അവരവരുടെ നാട്ടിലെ രീതിയാണ് ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അല്പമെങ്കിലും പൊങ്ങച്ചമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ, ഒരാൾ തൻ്റെ വസ്ത്രവും ചെരുപ്പുമൊക്കെ നല്ല ഭംഗിയുള്ളതാകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് പൊങ്ങച്ചമായി മാറുമോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അള്ളാഹു സൗന്ദര്യം ഉള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. കിബർ എന്നാൽ മറ്റുള്ളവൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ് എന്ന് നബി വിശദീകരിക്കുകയുണ്ടായി. അതായത് ഭംഗിയായി വസ്ത്രം ധരിക്കൽ ഒരിക്കലും പൊങ്ങച്ചെത്തിപ്പെടുന്നതല്ല എന്നർത്ഥം. ആ നിലക്ക് ഏത് നാട്ടിലും അവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷൻ്റെയും വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ അരഭാഗം വരെ എത്താത്ത ഇടുങ്ങിയ ഷർട്ടും അരമറക്കാത്ത പാൻസും ധരിച്ച് നിസ്കരിക്കുന്ന ചില ആളുകളെ കാണാറുണ്ട്. അവർ സുജൂദ് ചെയ്യുമ്പോൾ പാൻസ് കീഴ്പോട്ടും ഷർട്ട് മുകളിലോട്ടും വലിഞ്ഞ് അവരുടെ നഗ്നത പുറത്ത് കാണിച്ചുകൊണ്ടുള്ള നമസ്കാരം. അതുകാലത്ത് മിക്കവാറും ചില ന്യൂജൻ പിള്ളേരുടെ ഇവരൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അകറത്ത് മറക്കാതെയുള്ള ഇത്തരം നിസ്കാരം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്നുകൂടി അവർ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തണുപ്പും ചൂടും തലക്കടിക്കുന്നത് പലതരം രോഗങ്ങൾ പിടിപെടാൻ ഇടയാവും. അതുകൊണ്ട് കാലാവസ്ഥക്കനുസൃതമായി അതാത് പ്രദേശങ്ങളിലെ ജനങ്ങൾ തലമറക്കാറുമുണ്ട്, അത് വേണ്ടതുമാണ്. തണുപ്പ് കാലത്ത് ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണം, തലയും മറക്കണം. അതേസമയം ചൂടുള്ളപ്പോഴും തല മറക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അസുഖം പിടിപെടും. അപ്പോൾ സവിശേഷ സന്ദർഭങ്ങളിൽ അനുയോജ്യമായ തലപ്പാവുകൾ ധരിക്കുന്നത് ലോകം അംഗീകരിച്ച ഒരു രീതിയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദധാരികൾക്ക് പ്രത്യേകം തലപ്പാവുകൾ നൽകാറുണ്ടല്ലോ. ഒരു നേതാവ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലും അതുപോലെ ഇമാമത്തിലുമൊക്കെ തലപ്പാവ് അണിഞ്ഞിരുന്നു. മക്ക വിജയനാളിൽ കറുത്ത തലപ്പാവ് അണിഞ്ഞു എന്നതല്ലാതെ എല്ലാ മുസ്ലിങ്ങളും കറുത്ത തലപ്പാവും തൊപ്പിയും അല്ലെങ്കിൽ നിർബന്ധമായും ധരിക്കണം എന്ന് നബി സല്ലല്ലാഹു നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ സുന്നത്തും ആദത്തും വെവ്വേറെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.